ഹലോ എവ്രിവൺ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ടിങ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ക്യാൻവാസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിനൊരു കാർഡ്ബോർഡും ഒരു കോട്ടൺ തുണി, നമ്മുടെ വീട്ടിൽ മുണ്ടൊക്കെ ഉണ്ടാവില്ലേ, ആ കോട്ടൺ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഫെവിക്കോളും. ആദ്യം നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് നമ്മൾ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് സ്ക്വയർ മതി എന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇതിൽ ഒട്ടിക്കാൻ പറ്റും. അല്ല ഇപ്പോൾ റൗണ്ടോ ട്രയാങ്കിളോ റെക്ടാങ്കിളോ ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. തുണിയും അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മളിതിൽ ഫെവിക്കോള് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫെവിക്കോള് ഈവനായിട്ട് തേക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസും റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഫെവിക്കോള് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അത് ഈ കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഈവൻ ആയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ കുറച്ച് അധികമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കഴിയുമ്പോൾ അഭംഗിയായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ തുണി ഇതിലേക്ക് ഒട്ടിക്കാം. തുണി ഒട്ടിക്കുമ്പോഴും ഫോൾഡിങ്സ് ഉണ്ടാവാൻ പാടില്ല, ബബിൾസ് മാതിരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല വൃത്തിയായിട്ട് നല്ല പ്രസ് ചെയ്ത് ഒട്ടിക്കുക. പിന്നെ ബാക്കി സൈഡ്സിലുള്ള നമ്മൾ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതുമാതിരി കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫെവിക്കോള് അപ്ലൈ ചെയ്തിട്ട് ഇത് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് വലിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം പെയിന്റിങ് ചെയ്യാൻ പോകുന്ന പോർഷൻ കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. അപ്പം നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു A4 ഷീറ്റോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറോ എന്തെങ്കിലും റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ ബാക്കിൽ ഒട്ടിക്കുക. അല്ല ഇത് ഇങ്ങനെ വിടുകയാണെങ്കിലും കൂടെ ഇങ്ങനെ വിടാം കേട്ടോ. ഇപ്പം നമ്മുടെ ക്യാൻവാസ് റെഡിയായി. ഇതിപ്പോൾ ഞാനിവിടെ 3 എണ്ണം ഇതുമാതിരി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഉണങ്ങിയിട്ടില്ല, അതാണ് കുറച്ച് അങ്ങനെ കാണുന്നത്. ഇനി നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്യും. ഇപ്പം എനിക്ക് പെയിൻറ്റിംഗ് ഒന്നും അധികം അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ സിമ്പിളായിട്ട് നമുക്കൊരു വാൾ ഡെക്കർ മാതിരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരി സെല്ലോ ടേപ്പ് എടുത്തിട്ട് പാറ്റേൺ ഒന്നും ഇല്ല കേട്ടോ, നമ്മൾ കണ്ട മാതിരി അങ്ങോട്ട് ഇങ്ങോട്ട് ഒട്ടിക്കാം സെല്ലോ ടേപ്പ്. അതിനുശേഷം അതിപ്പോൾ ഞാൻ കണ്ടില്ലേ പാറ്റേൺ ഒന്നുമില്ല, നമുക്ക് തോന്നണ മാതിരി അങ്ങോട്ട് ഇങ്ങോട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇപ്പോൾ സെയിം കളർ മതിയെങ്കിൽ മൊത്തമായിട്ട് ഒരു പെയിന്റ് അടിച്ചു കൊടുക്കുക. ഇല്ല നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിൽ ആ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള സ്ഥലത്ത് ഓരോരോ കളേഴ്സായിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു പെയിന്റിങ് അറിയാത്ത ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇത് നമുക്ക് നമ്മുടെ ഷേപ്പ് ശരിയാവുമോ അത് ശരിയാവുമെന്ന് ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പം ഞാൻ ഇതുമാതിരി കളർ കൊടുത്തു കഴിഞ്ഞില്ലേ, ഇനി ആ സെല്ലോ ടേപ്പ് നമ്മൾ അങ്ങനെ എടുത്ത് കളയാം. സെല്ലോ ടേപ്പ് പറിച്ച് കളഞ്ഞ് കഴിയുമ്പോഴേക്ക് നല്ല ഭംഗിയുള്ള ഒരു പെയിന്റിങ് റെഡിയായി നമ്മുടെ. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ റെന്റലിൽ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർ ഇല്ല നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മേക്ക് ഓവറൊക്കെ ചെയ്യണം തോന്നുമ്പോൾ ഇതുമാതിരിയുള്ളതൊക്കെ ചെയ്തിട്ട് നമ്മൾ വാളിലൊക്കെ ഒട്ടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഞാനിപ്പോൾ ഇന്ന് ചെയ്തതാണ്. ഇതേ ക്യാൻവാസിൽ ചെയ്തതാണ്. ആക്രിലിക് പെയിന്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഞാൻ ജെൽ പെന്നാട്ടോ ഈ ബ്ലാക്ക് കളർ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് വെറും ജെൽ പെന്ന് വെച്ചിട്ടാണ്. ഇതൊക്കെ ആക്രിലിക് പെയിന്റ് ആണ്, നന്നായിട്ട് വരും. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിലെങ്കിൽ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിലും കൂടെ കമൻസിലൊന്ന് പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. പിന്നെ നിങ്ങളുടെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കുട്ടികൾക്കും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.